നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് കണ്ടോ. അത് ഒരു സ്റ്റെപ്പ് ഒന്നുമല്ല, നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നിർത്താം. ലാസ്റ്റ് ഇത്ര വരെ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. ഇത്രയും സ്പേഷ്യസ് ആയിട്ട് ഇത്രയും കംഫർട്ടോട് കൂടിയിട്ടുള്ള ഒരു സെക്കൻഡ് റോ നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനം നോക്കുന്നത് നിങ്ങൾ വേറെ പ്രതീക്ഷിക്കേണ്ട വാക്കാണ്. നിങ്ങൾ ഏത് വണ്ടിയിൽ വേണമെങ്കിൽ കയറി നോക്കി. 12.3 ഇഞ്ച്, ഒരു 5 ഇഞ്ച്, വീണ്ടും ഒരു 12.3 ഇഞ്ച്, അങ്ങനെ മൊത്തം ഒരു 30 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. സൺഷെയ്ഡ് കർട്ടൻ ഇത് ഏത് വേരിയൻറ്റിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക? ബേസ് വേരിയൻ്റ് മുതൽ സിറോസിൽ കിയ കൊടുത്തിട്ടുണ്ട്. പോരെ, വലിയ ബോട്ടിൽസൊക്കെ 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വെക്കണമെങ്കിൽ ഇത്തരത്തിൽ വെക്കാം. ചെറിയ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ വെക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പുഷ് കൊടുക്കുക. അഡ്ജസ്റ്റബിൾ ബോട്ടിൽ ഹോൾഡർ. റിയർ വ്യൂ ക്യാമറ സാധാരണ നമുക്ക് ഏതെങ്കിലും 3ാമത്തെ 4ാമത്തെ 5ാമത്തെ വേരിയൻറ്റിലൊക്കെ നമ്മൾ പറയും എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് തൊട്ട് റിയർ വ്യൂ ക്യാമറ നമുക്ക് തന്നിട്ടുണ്ട്. ഒറ്റ പ്രസ്സിൽ കണ്ടോ മുകളിലേക്ക് പോകുന്നത്, ഒരൊറ്റ പ്രസ്സിൽ താഴേക്കും വരും. ഹോൾഡ് ചെയ്ത് വെക്കണ്ട. ഇത് 4 ഡോറിലും നമുക്ക് കിട്ടുന്നുണ്ട്. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. ഓഡിയോ കൺട്രോൾസ് ഏത് വേരിയൻ്റ് മുതൽ ഉണ്ടാവും സ്റ്റിയറിംഗിൽ എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബേസ് വേരിയൻ്റ് മുതൽ ഗിയോ കൊടുത്തിട്ടുണ്ട്. ലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ? എഗെയിൻ ഞാനൊരു ലേക്ക് കൊടുക്കുകയാണ്. സിറോസിൻ്റെ കാര്യത്തിൽ നമുക്ക് 2ാമത്തെ വേരിയൻ്റ് തന്നെ സൗണ്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. വിൽസൺ ഓൺലൈക്ക് സ്വാഗതം. ഞാൻ ഷെഫി പറഞ്ഞാൽ സിറോസ് നിങ്ങളുടെ ലുക്കിനെ കുറിച്ചാണ് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. എനിക്കറിയാം, അതവിടെ നിൽക്കട്ടെ. അതിന് ഞാൻ ആദ്യം എൻ്റെ അഭിപ്രായം എന്ന് പറയാം ലുക്കിനെ കുറിച്ചിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് നമ്മൾ വിശദമായിട്ടുള്ള കാര്യം തന്നെ ഓരോ വേരിയൻറ്റിലും കിട്ടുന്ന ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ട് 6 വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ലുക്കിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. സിറോസ് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ദ്വീപിൻ്റെ പേരാണ്. ആ ദ്വീപ് ഏത് രാജ്യത്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സിറോസിൻ്റെ വേരിയൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ HTK ഓപ്ഷനിൽ HTK+, അങ്ങനെ കെയിൽ തുടങ്ങുന്ന 3 വേരിയൻറ്റും HTX, HTX+, HTX+ ഓപ്ഷനിൽ, അങ്ങനെ 6 വേരിയൻ്റാണ് നമുക്ക് സിറോസിനായിട്ട് കിയ തന്നിട്ടുള്ളത്. അപ്പോൾ ലുക്കിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം, എന്നിട്ട് നമ്മുടെ മുൻവശത്തെ കാര്യങ്ങൾ നോക്കാം അല്ലേ. നമ്മൾ ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബ്രാൻഡിലും കാണാത്ത രൂപത്തിലൊരു ഡിസൈൻ തീമിലാണ് നമ്മുടെ സിറോസ് വന്നിട്ടുള്ളത്. ഇതൊരു സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തൊട്ടപ്പുറത്ത് സോണറ്റ് കിടക്കുന്നുണ്ട്. ഏകദേശം അതേ സെഗ്മെൻറ്റാന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു 4 മീറ്ററിൽ ഉള്ളിൽ വരുന്ന ഒരു കോമ്പാക്റ്റ് SUV ആണ്. സബ് 4 മീറ്റർ കോമ്പാക്റ്റ് SUV എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ ആ ഒരു ഗണത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. സിറോസിൻ്റെ നിങ്ങൾ ഷോറൂമിലൊക്കെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തെ ലുക്കല്ല നോക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മാജിക് കംപ്ലീറ്റ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ ലഭിച്ച ഒരു ബ്രാൻഡിൽ നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സീറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതും റൂഫ് കാര്യങ്ങൾ നോക്കിയാൽ ഇതൊരു സബ് 4, ഒരു സോണറ്റ്, വെന്യൂ, നെക്സോൺ, ബ്രസ ആ ഒരു കാറ്റഗറി വരുന്നൊരു വാഹനത്തിൻ്റെ റിയർ സീറ്റിനായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസൈൻ കിയ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു ടോൾ ബോയ് ഡിസൈനാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും റൂഫ് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന രൂപത്തിൽ കൊടുക്കുന്ന ഒരു ട്രെൻഡാണ്. എല്ലാ വീഡിയോയിലും നമുക്ക് അതാണ് എപ്പോഴും പറയേണ്ടി വരുന്നത് ഇപ്പോഴത്തെ ഒരു വാഹനങ്ങളുടെ ലോഞ്ചിൻ്റെ സമയത്ത്. പക്ഷേ സിറോസ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു ടോൾ ബോയ് അല്ലെങ്കിൽ ഹൈ റൂഫ് എന്ന രൂപത്തിൽ തന്നെ റൂഫ് പക്ക സ്റ്റഡി ആയിട്ട് തന്നെ ഒരു SUVയുടെ ഫീൽഡ് തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉള്ളിൽ അത്രയധികം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഉള്ളിലെ സ്പേസും കംഫർട്ടും അതുപോലെ തന്നെ ഫീച്ചർ ലോഡർ, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇത്രയും ചെറിയൊരു വാഹനത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ് സിറോസ് എന്നുള്ളൊരു വാഹനം. അപ്പോൾ സോണറ്റിനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കൂടും, സെൽട്ടോസിൻ്റെ അത്ര പ്രൈസ് വരികയില്ല. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ്. നിലവിൽ ഇതിൻ്റെ വില വന്നിട്ടില്ല, ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്? വീഡിയോ കണ്ടതിന് ശേഷം അതായത് ഉള്ളിലെ സൗകര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മുൻവശത്ത് ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല 6 വേരിയൻ്റ് ആണെന്നുള്ളത്. അതിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നിങ്ങളത് മറന്നേക്കുക. കാരണം അതിലാകെ 2 ഫീച്ചേഴ്സ് നമുക്ക് ആഡായി വരുന്നുള്ളൂ. അതായത് HTX+ നിന്നും HTX+ ഓപ്ഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറ നമുക്ക് മുൻവശത്ത് കാണാം. അതാണ് ഒരു ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ADAS ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറയും അതുപോലെ തന്നെ ബമ്പറിലായിട്ട് നമുക്ക് റഡാർ കൂടി കാണാൻ സാധിക്കും. ഈ 2 ഫീച്ചറാണ് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള X+ ഓപ്ഷൻ എന്ന് പറയുന്നതിലേക്ക് വരുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം HTX+ൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ADAS വേണ്ടാത്തവർ നേരെ HTX+ലേക്ക് പോയാൽ മതി. ബാക്കി ഒരു ടോപ്പ് എൻഡ് തന്നെയാണ് അതും എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണുള്ളത്. പിന്നെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ലാമ്പാണ്. മൊത്തത്തിൽ ആകർഷണമാണ്. കാരണം ഹുഡിലേക്ക് നമ്മുടെ കണ്ണു പോകും, ഹെഡ് ലാമ്പ് യൂണിൻ്റെ ഒരു ഡിസൈനിലേക്ക് എല്ലായിടത്തും കണ്ണു പോകും. എന്തായാലും ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐസ് ക്യൂബ് LED ഹെഡ് ലാമ്പ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്കൊരു 3 ബാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈ ബീം ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 3 ലൈറ്റും ഇലുമിനേറ്റ് ആവും. ലോ ബീം ഇടുന്ന സമയത്ത് മുകളിൽ 2 ലൈറ്റ് ഇലുമിനേറ്റ് ആവും. ആ രൂപത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്ററും DRലും ഈ ഒരൊറ്റ പീസ് തന്നെയാണ്, 2 യൂസ് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലുക്ക് നമുക്ക് കിട്ടുന്നത് HTX മുതൽ അങ്ങോട്ട് മുകളിലേക്ക് എടുക്കുന്ന വേരിയൻറ്റിൽ മാത്രമാണ്. അതിന് താഴെയുള്ളവർക്കൊക്കെ നമുക്ക് ഹാലജൻ യൂണിറ്റ് ആയിരിക്കും ഹെഡ് ലാമ്പ് എന്നുള്ളതാണ്. പൊസിഷൻ കാര്യങ്ങളും ഷേപ്പൊക്കെ ഇത് തന്നെ ആയിരിക്കും, ഹാലജൻ ആവും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്, അതും HTX മുതലാണ്. അതിലൊരു ചെറിയൊരു മാറ്റം ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ 1 2 3 പാർക്കിംഗ് സെൻസർ, അങ്ങനെ മൊത്തം 6 പാർക്കിംഗ് സെൻസർ നമുക്ക് മുൻവശത്ത് വരുന്നതിൽ ഈ ഒരു സൈഡിലെ സെൻസേഴ്സ് നമുക്ക് ഏറ്റവും ടോപ്പിൽ, അതായത് HTX+ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല, അഡാസ് കിട്ടുന്ന ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു സൈഡിൽ നമുക്ക് പാർക്കിംഗ് സെൻസർ. അത് ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഒരു സിൽവർ എലമെൻ്റ് ആണ് വേണമെങ്കിൽ ഒരു സ്കിറ്റ് പ്ലേറ്റ് എന്ന് തോന്നിക്കുന്ന ഡിസൈൻ എന്നൊക്കെ പറയാം. അപ്പോൾ അത് നമുക്ക് ബേസ് വേരിയൻ്റ് പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ലുക്കിനെ സ്വാധീനിക്കുന്ന മറ്റേ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു ഹൈ ഗ്ലോസി ഫിനിഷ് നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ താഴത്തായിട്ട് ലഭിക്കുന്നുണ്ട്, ഒരു ഹുഡിൻ്റെ താഴത്തായിട്ട്, ബമ്പറിൻ്റെ അല്ല ഹുഡിൻ്റെ താഴത്തായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് HTK+ മുതൽ അങ്ങോട്ടേ ലഭിക്കുള്ളൂ. ആദ്യത്തെ 2 വേരിയൻറ്റിൽ നമുക്കിത് ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത്രയും ഒരു ഹൈ ഗ്ലോസി ഫിനിഷ് കിട്ടില്ല. അതാണ് ഫ്രണ്ടിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഫോളോ മീ ഹോം ഫീച്ചർ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് അതൊക്കെ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് LED ആവുന്ന സമയത്ത് ലഭിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അത്രയ്ക്കാണ് മുൻവശത്ത് ഓരോ വേരിയൻറ്റിലെ പ്രധാന വ്യത്യാസങ്ങൾ പറയാനുള്ളത്. ഡിസൈൻ രസമാണ്. എനിക്ക് തോന്നിയ ഒരു വാഹനം ഇങ്ങനെ നിർത്തിയിട്ട് കാണുന്നതിനേക്കാൾ ഭംഗി നമുക്ക് വാഹനം റോഡിൽ ഓടി വരുന്നത് കാണാനുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ച് ഡുവൽ ടോൺ അലോയ്സ് ആണ് നമ്മൾ കാണുന്നത്. 215/55 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ്. അതും ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വന്നുള്ളത്. ടോപ്പിൽ 2 വേരിയന്റിലാണ് നമുക്ക് ടയർ സൈസും ഇതുപോലുള്ളൊരു ഡയമണ്ട് കട്ട് അലോയ്സ് നമുക്ക് ലഭിക്കുന്നത്. അതിന് താഴേക്ക് വന്നാൽ അലോയ്സ് ഉണ്ട്, അതായത് HTX നമുക്ക് അലോയ്സ് ഉണ്ടെങ്കിൽ പോലും അത് 16 ഇഞ്ച് ആയിരിക്കും എന്നുള്ളതാണ്. അതിനും താഴേക്ക് വന്നാൽ നമുക്ക് സ്റ്റീൽ വീൽ ആയിരിക്കും. ആദ്യത്തെ 3 വേരിയന്റ് നമുക്ക് 15 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് ലഭിക്കുക. അത്തരത്തിലാണ് ടയറിൻ്റെ ഓരോ കാര്യങ്ങൾ വന്നുള്ളത്. പക്ഷേ ഒരു മാറ്റം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡീസൽ എടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ടർബോ പെട്രോളും ഡീസലായിട്ട് കിട്ടും. അതിൽ ഡീസലാണ് നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് തന്നെ അലോയ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ORMലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ HTK ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും അതിൽ തന്നെ ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ട് എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലേക്ക് കേക്ക് കൊടുക്കുകയാണ്. ഇനി ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ORMs ആണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? അപ്പോൾ അത് നമ്മൾ കീന്ന് പ്രതീക്ഷിക്കുന്നതാണ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ 360 ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ കാണാം. അതുപോലെ തന്നെ പെഡൽ ലാമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പെഡൽ ലാമ്പ് നമുക്ക് ടോപ്പിൽ 2 വേരിയന്റിലാണ് ലഭിക്കുന്നത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പ് ഇല്ല, നമ്മൾ മാനുവലി ഇങ്ങനെ പുഷ് ചെയ്ത് വലിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത്. എന്തായാലും ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ താഴേക്ക് വന്നാലും സിൽവർ എലമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു SUVയുടെ ഒരു ഫീൽ തോന്നിക്കാനായിട്ടുള്ള ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. റിയറിൽ ഡിസ്ക് ബ്രേക്ക് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടോപ്പിൽ 2 വേരിയന്റിലാണ് നമുക്ക് നോർമലി ലഭിക്കുക. പക്ഷേ ഇതിൽ ടർബോ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നത്, അതായത് DCT പെർഫോമൻസ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് നിങ്ങൾ HTK+ എടുത്താലും ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. അതായത് 3ാമത്തെ വേരിയന്റ് മുതൽ ഡിസ്ക് ബ്രേക്ക് ആരംഭിക്കും നിങ്ങൾ DCTയുള്ള ടർബോ എഞ്ചിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടി വരുന്നത് സൺറൂഫിൻ്റെ കാര്യമാണ്. അതായത് കിയയിലൊക്കെ നമുക്കറിയാം ഏതൊരു ബഡ്ജറ്റിലും, അതായത് ഒരു 10 ലക്ഷത്തിനകത്ത് ഓൺ റോഡിൽ വരെ നമുക്ക് സൺറൂഫ് വരുന്നൊരു ബ്രാൻഡാണ് എന്നുള്ളത്. അപ്പോൾ സിറോസിൻ്റെ കാര്യത്തിൽ നമുക്ക് 2ാമത്തെ വേരിയൻറ്റ് തന്നെ സൺറൂഫ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഡുവൽ പാൻ സൺറൂഫാണ്. നിങ്ങൾ കാണുന്ന പോലെ ഇതേ റൂഫ് മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഒരു ബ്രാൻഡ് തരാത്ത ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സൺറൂഫ് നമുക്ക് HTK+ എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റ് തന്നെ കിയ തന്നിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ വശങ്ങളിലെ ഡിസൈൻ ഇതാണ്. അത്യാവശ്യം നമ്മളൊരു സബ് 4 മീറ്റർ ആണ് തോന്നില്ല, അത്രയും ഒരു നീളം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം വീൽ ബേസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. കാരണം ആ ഒരു റിയർ ടയറിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ടയർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ ബമ്പറിനൊന്നും വലിയ തിക്നെസ് ഒന്നും. കാരണം അത്രയും മാക്സിമം വീൽ ബേസ് ഉള്ളിൽ കിട്ടാനായിട്ടുള്ളൊരു ഡിസൈൻ തീമിൽ തന്നെയാണ് നമുക്ക് കിയ സിറോസ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇതുവരെ നമ്മുടെ സീറ്റ് റിക്ലൈൻ ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഇൻഫിനിറ്റി റിക്ലൈനിങ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. എന്ന് വെച്ച് ഫുൾ ബാക്കിലേക്ക് പോകുന്നല്ല, ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നിർത്താമെന്നുള്ളതാണ്. അത് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടി വളരെ വലുത് കൊടുത്തുകൊണ്ട് ഫുൾ ഇങ്ങനെ നോക്കിയേ എത്രത്തോളം ഗ്ലാസ് ഏരിയയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഉള്ളിലെ ഒരു കംഫർട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അതൊക്കെ ഓരോ ഘടകങ്ങളാണ് എന്ന് പറയാം. അതുപോലെ റൂഫ് റെയിൽസ് കാണാം. നമുക്കൊരു HTK ഓപ്ഷൻ എന്ന് പറയുന്നത് 2ാമത്തെ വേരിയൻറ്റ് തന്നെ ഈ ഒരു റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ ഷാർക്ക് ഫിൻ ആൻഡിനൊക്കെ സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ലഭിക്കുന്ന ഫീച്ചറാണെന്ന് പറയാം. അതിന് ഏറ്റവും പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലറാണ്. സ്പോയിലർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുറത്തേക്ക് തള്ളിയിരിക്കുന്നില്ല, എന്നാലും കുഞ്ഞൊരു സാധനം. അത് സ്റ്റാൻഡേർഡാണ്, ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വൈപ്പർ നമുക്ക് HTX എന്ന് പറയുന്ന വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിക്കുന്നത്. പുറകിൽ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തത്. മുകളിൽ കാണാം, അതുപോലെ താഴ്ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഒരു പാർക്ക് ലൈറ്റ് പോലെ ഫുൾ ടൈം നമ്മുടെ ലൈറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇലുമിനേറ്റ് ആവും. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതുപോലെ താഴെ ഈ ഒരു പാർട്ടും ഇലുമിനേറ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. താഴെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കാണാം, പിന്നെ റിവേഴ്സ് ലൈറ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ്, റിഫ്ലക്ടർ, അത്തരം കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും രസകരമായി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്റ്റാർ മാപ്പ് LED ആയിട്ട് നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് കിട്ടുന്നത് HTX എന്ന് പറയുന്ന വേരിയൻറ്റ്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിലെ ലൈറ്റ്സ് ഒക്കെ ഐസ് ക്യൂബ് ആവുന്ന പോലെ തന്നെ അതേ വേരിയൻറ്റ് തന്നെയാണ് ഇത്തരത്തിലൊരു ഫീൽഡ് നമുക്ക് ടെയിൽ ലാമ്പും ലഭിച്ചു തുടങ്ങുന്നത് എന്ന് പറയാം.
മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയട്ടെ, റിയർ വ്യൂ ക്യാമറ സാധാരണ നമുക്ക് ഏതെങ്കിലും 3ാമത്തെ 4ാമത്തെ 5ാമത്തെ വേരിയൻറ്റിലൊക്കെ നമ്മൾ പറയും എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് തൊട്ട് റിയർ വ്യൂ ക്യാമറ നമുക്ക് തന്നിട്ടുണ്ട്. അതിനും കിയക്കൊരു ലേക്ക് കൊടുക്കുകയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് എഗെയിൻ കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇവിടെ സൈഡിലായിട്ട് കണ്ടോ പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ടോപ്പിൽ വേരിയൻറ്റിലാണ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. നോർമലി 4 നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ കിയയുടെ ഒരു ലോഗോ സീറോസ് എന്ന ബാഡ്ജിങ് ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ കാണുമ്പോൾ ഓട്ടോയുടെ ഇത് ഏത് വേരിയൻ്റാണെന്ന് സൂചിപ്പിക്കുന്ന ബാഡ്ജിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ടിൽ കണ്ട അതേ ടൈപ്പിലുള്ള ഒരു സിൽവർ എലമെൻറ്റ് നമുക്ക് താഴെയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ഉള്ളത്. റിവേഴ്സ് ലൈറ്റ് അവിടെയല്ല വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റിയർ ലുക്കിനെ കുറിച്ചും പറയാനുള്ളത്. രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ബൂട്ടൊന്ന് തുറന്ന് നോക്കാം. ബൂട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് നമ്മുടെ ഇൻറ്റീരിയറിൽ പാസഞ്ചർക്ക് കിട്ടിയപ്പോൾ ബൂട്ടിൽ എന്തെങ്കിലും കോംപ്രമൈസ് ഒന്നും വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. അതായത് മാക്സിമം ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 465 ലിറ്ററാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സോണറ്റ്, അതായത് ഇതേ നീളം വരുന്ന സോണറ്റിൽ നമുക്കത് 385 അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇത് എത്രത്തോളം ഒരു സ്പേസ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടാണ്. അത് ഈ സ്പേസിന് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേ നീളത്തിലുള്ള സോണറ്റിൽ 385 ലിറ്റർ വരുമ്പോൾ ഇതിൽ 465 ലിറ്റർ വരെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വളരെ കുഞ്ഞൊരു പാർസൽ വന്നിട്ടുണ്ട്. HTK+ എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻ്റ് മുതലാണ് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ഇത്രയും കുഞ്ഞിതാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ്. കാരണം ഈ ഒരു സീറ്റാണ് ഇത്രയും റിക്ലൈൻ ചെയ്ത് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. നോർമൽ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഇതൊക്കെ കിടന്നു പോകുന്ന രൂപത്തിലാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറിയൊരു പാർസൽ ട്രേ ആക്കി കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് HTX മുതലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി സ്പെയർ വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 195 65 പ്രൊഫൈലുള്ള 15 ഇഞ്ചാണ്. ഇതാണ് നമുക്ക് ബേസ് വേരിയൻറ്റിൽ കിട്ടുന്ന ഒരു വീൽ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമുക്ക് സ്പെയർ വീലായിട്ട് വന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാഴ്ചയുള്ള കിയ സിറോസിൻ്റെ ഓരോ കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ മാജിക് ലോകത്തേക്ക് കയറാൻ പോകുന്നത്, ഉള്ളിലേക്ക്. അപ്പോൾ ഡോറ് തുറന്നാൽ മുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളിലേക്കാണ് നമ്മൾ കടന്ന് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, സൺഷെയ്ഡ് കർട്ടൻ. ഇത് ഏത് വേരിയൻറ്റിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക? ബേസ് വേരിയൻ്റ് മുതൽ സിറോസിൽ കിയ കൊടുത്തിട്ടുണ്ട് പോരെ. അപ്പോൾ അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സൺഷെയ്ഡ് കർട്ടൻ. ബേസ് വേരിയൻറ്റ് തൊട്ട് ഇതൊക്കെ കൊടുക്കാനുള്ള മനസ്സ് എന്നാലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലെതറിൻ്റെ ഒരു സോഫ്റ്റ് ടച്ച് പാഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു HTX മുതലേക്കാണ് ലഭിക്കുക. കാരണം ലെതർ സീറ്റൊക്കെ ആവുന്നത് HTX മുതലാണ്. മറ്റേ നമുക്കൊരു ഫാബ്രിക് ടച്ച് ആയിരിക്കും ഉണ്ടാവും. അതും ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഒരു സോഫ്റ്റ് ടച്ച്, നമ്മൾ ഹാർഡ് പ്ലാസ്റ്റിക് അല്ല കൊടുത്തിട്ടുണ്ടോ. സൗണ്ട് വ്യത്യാസമുണ്ട്. ഈ താഴെ ഭാഗത്തേക്കാണ് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് വരുന്നത്. അതായത് നമ്മുടെ കൈയും കാലൊക്കെ തട്ടാൻ ചാൻസ് ഉള്ള ഏരിയകളിലൊക്കെ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല കിയ. ഇതൊക്കെ കാണുമ്പോൾ പ്രൈസ് ഓവർ ആവുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഇത്രയും പ്രീമിയം ഫീല് തരുന്ന വാഹനം ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് റിയറിൽ വരുന്നുണ്ട്. പല ലക്ഷറി വണ്ടിയിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചാണ് റിയറിൽ വെന്റിലേറ്റഡ് സീറ്റ്. അത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലുള്ളൊരു വാഹനത്തിന് കിയ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ കൺട്രോൾ കൊടുത്തതും മനോഹരമായിട്ട്, ചുമ്മാ അങ്ങോട്ട് കൊടുത്തതല്ല. ആ കൺട്രോൾ കൊടുത്ത് അതിന് സെപ്പറേറ്റ് ഒരു പാനലൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്. പവർ വിൻഡോ, അതിനൊരു സ്പെഷ്യാലിറ്റി പറയാനുണ്ട്. 4 ഡോറിലും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഒറ്റ പ്രസ്സിൽ കണ്ടോ മുകളിലേക്ക് പോകുന്നത്, ഒരൊറ്റ പ്രസ്സിൽ താഴേക്കും വരും. ഹോൾഡ് ചെയ്ത് വെക്കണ്ട. ഇത് 4 ഡോറിലും നമുക്ക് കിട്ടുന്നുണ്ട്. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. അത് HTX മുതലാണ് നമുക്ക് ആ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. താഴേക്ക് വന്നാൽ സ്പീക്കർ കാണാം. ഹർമൻ കാർഡിൻ്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. 8 സ്പീക്കറോട് കൂടിയുള്ള ഹർമൻ കാർഡിൻ്റെ സിസ്റ്റം നമുക്ക് ടോപ്പിൽ 2 വേരിയൻറ്റിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളാണ് കണ്ടോ. ഇവിടെയും സെപ്പറേറ്റ് ഒരു എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് മൊത്തം ഒരു ഭംഗി കൂട്ടുന്നതിൽ ഒരു കുറവ്, ഒരു പിശുഖവും കിയ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ജസ്റ്റ് ഡോറിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇത്രയും നിന്ന് കഥ പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്നത്. സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് സെമി ലെതറും HTX തൊട്ട് ഫുൾ ലെതർ സീറ്റ് തന്നിട്ടുണ്ട്. വീണ്ടും ലേക്ക് കോഡ് കാണണം. സെമി ലെതർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാബ്രിക് ആയിരിക്കും. ഈ ഏരിയയിലൊക്കെ നമുക്ക് ലെതറും വരുന്ന ടൈപ്പാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് അത് എന്ന് പറയാം. കാരണം നമുക്ക് ലെതർ ഈ ഒരു ഏരിയയിലാകുമ്പോൾ അത് മടങ്ങിയിട്ട് അല്ലെങ്കിൽ ചളിയാകുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതുപോലെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഫാബ്രിക് നമുക്ക് ഒരുപാട് ഹീറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് ഒരു അടിപൊളി കോമ്പിനേഷൻ. അതൊക്കെ ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സീറ്റ് എന്താ ഇങ്ങനെ കിടക്കുന്നത്, ഇതിൽ എങ്ങനെ ആൾ കയറുമെന്നുള്ളതല്ലേ. നമുക്ക് ഇത് റിക്ലൈൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇത്തരത്തിൽ നമുക്ക് ഏത് രൂപത്തിൽ വേണം, ഇത് അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഒന്നും കൂടി മടക്കാം. അത് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നമുക്ക് നിർത്താം. എന്നിട്ട് ഇത്രയും വരെ നമുക്കിത് മടക്കി വെക്കാം. അതുപോലെ ഈ ഒരു സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാനും സാധിക്കും. കണ്ടോ, ഇത്രയും മാക്സിമം ലെഗ് റൂം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ റിക്ലൈനിങ്ങും സ്ലൈഡിങ്ങും വെന്റിലേറ്റഡ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു
റിയറിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് HTK+ മുതലാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും 60/40 സ്പ്ലിറ്റ് സീറ്റും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് ലഭിക്കുന്നത് ടോപ്പിലെ 2 വേരിയൻറ്റിലുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ഇരുന്ന് കംഫർട്ട് ഒന്ന് നോക്കണ്ടേ. അപ്പോൾ ഈ രൂപത്തിലാണ് എനിക്കിതിൻ്റെ ഒരു ലെഗ് റൂം എന്നൊക്കെ പറഞ്ഞാൽ, അയ്യോ ഇത്രയും ലെഗ് റൂം ഉണ്ട്. തൈ സപ്പോർട്ടും പൊള്ളി, ഒരു രക്ഷയില്ലാത്ത തൈ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഹെഡ് റൂം കണ്ടോ, എത്ര വേണമെങ്കിൽ ഹെഡ് റൂം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ആണിതാ. ഇങ്ങനെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇതിപ്പോൾ വളരെ അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഇങ്ങനെ ഒന്നും ആരും യാത്രയില്ല. പക്ഷേ നമ്മൾ സാധാരണ കാറുകളിൽ കാണുന്നതാണ് ഈ ഒരു പൊസിഷനായിരിക്കും നമ്മൾ സാധാരണ കാറിൽ കാണുന്നത്. ഇത്തരത്തിലായിരിക്കും നമ്മൾ ഇരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് കണ്ടോ. അത് ഒരു സ്റ്റെപ്പൊന്നുമല്ല, നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നിർത്താം. ലാസ്റ്റ് ഇത്ര വരെ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. ഇത്രയും സ്പേഷ്യസ് ആയാലും ഇത്രയും കംഫർട്ടോട് കൂടിയിട്ടുള്ള ഒരു സെക്കൻഡ് റോ നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനം നോക്കുന്നത് നിങ്ങൾ വേറെ പ്രതീക്ഷിക്കേണ്ട വാക്കാണ്. നിങ്ങൾ ഏത് വണ്ടിയിൽ വേണമെങ്കിൽ കയറി നോക്കിയോ. അപ്പോൾ അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് ഉണ്ട്. പിന്നെ കണ്ടോ നമ്മുടെ തല ഏകദേശം ഈ ഏരിയയിലാണ് വരിക. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു വലിയ ക്വാർട്ടർ ഗ്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കിയ ബ്രില്യൻ്റ് ആയിട്ടാണ് സിറോസിന് ഒരുക്കിയിട്ടുള്ളത്. ഒരു ലേക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. HTK+ വേരിയൻ്റ് മുതൽ നമുക്ക് ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ റിയറിലേക്ക് AC സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. എല്ലാ വേരിയൻറ്റും ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് റിയറിലേക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചാർജിങ് പോർട്ടുകൾ കാണാം. C-type ആണ്, അതും ബേസ് വേരിയൻറ്റ് തൊട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു പ്യൂർ എയർ എന്ന് പറഞ്ഞാൽ ഒരു എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട്. അതിലിതാ ഇവിടെ നമുക്ക് പവർ ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രൈവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടാണ് സീറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് 5 എണ്ണം വന്നിട്ടുണ്ട്. LED മാപ്പ് ലാംപ്സ് ആണ് വശങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ സൺറൂഫ് ഉണ്ടായതുകൊണ്ട് വശങ്ങളിലേക്കാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. ഇത്രയും വരെ ബാക്ക് വരെ ഓപ്പൺ ആവുന്ന രൂപത്തിൽ ഹ്യൂജ് സൺറൂഫും വന്നിട്ടുണ്ട്. കിഡിലൻ റിയർ സീറ്റാണ്. വെന്റിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ ചാരുന്ന ഭാഗത്തല്ല, ഈ ഒരു ഇരിക്കുന്ന ഭാഗത്ത് ഈ സീറ്റിലാണ് നമുക്ക് വെന്റിലേഷൻ ലഭിക്കാൻ പോകുന്നത്. നമ്മൾ പുറത്തേക്ക് കിട്ടില്ല, ബാക്കിലേക്കായിരിക്കും നമ്മുടെ വെന്റിലേഷൻ, തണുപ്പ് കിട്ടുക എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയർ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ നോക്കാം. അവിടെയും നമ്മൾ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഇതാണ് സിറോസിൻ്റെ കീ. അതും നമ്മൾ ഇതുവരെ കീയിൽ കാണാത്തൊരു ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് റിമോട്ട് സ്റ്റാർട്ട് കാര്യങ്ങളടക്കമുള്ള സകല ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുതിയൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് HTX മുതൽ അങ്ങോട്ടുള്ള ടോപ്പിലെ 3 വേരിയൻ്റാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് കീ ലഭിക്കുന്നത്. പക്ഷേ നിങ്ങൾ ടർബോ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നതിൽ, നേരത്തെ പറഞ്ഞാൽ ഒരു DC ട്രാൻസ്മിഷനുള്ള വാഹനം എടുക്കുന്നതിൽ എനിക്ക് HTK+ മുതൽ തന്നെ ഇത്തരത്തിലുള്ളൊരു കീ ലഭിക്കുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഈ കീ ലഭിക്കുന്ന സമയത്ത് നമുക്ക് ആരംഭിക്കുകയും ചെയ്യും. പുഷ് ബട്ടൺ സെൻട്രൽ കൺസോളിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡോറിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ് ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. 4 പോയിൻ്റുള്ള കൺട്രോൾ, ലോക്ക് അൺലോക്ക്, ORMൻ്റെ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഫ്രണ്ടിൽ 2 ഡോറും ഒറ്റ പ്രസ്സിൽ താഴ്ന്നുണ്ടോ. അപ്പോൾ 4 ഡോറിൽ നമുക്ക് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പുറകിൽ അപേക്ഷിച്ച് നമ്മൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഡോർ പാഡിൽ കുറച്ചധികം സ്റ്റോറേജ് ഏരിയ ഉണ്ട്. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൂടാതെ തന്നെ ഒരു അംബ്രല ഹോൾഡർ കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4-way പവർ അഡ്ജസ്റ്റാണ് ഡ്രൈവർ സീറ്റ്. അത് ടോപ്പിലെ 2 വേരിയൻറ്റിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്നത് എന്താണ്, നമ്മുടെ സ്പോർട്ടി ആയിട്ടുള്ള അലുമിനിയം ഫിനിഷുള്ള പെഡൽസ് ആണ്. അത് ടോപ്പിലെ 2 വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ആ രൂപത്തിലാണുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അത് HTX മുതൽ ടോപ്പിലെ 3 വേരിയൻറ്റിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ബാക്കത്തെ പോലെയല്ല, നമുക്ക് ഈ ഒരു ഭാഗത്തും ഫുൾ സീറ്റ് മൊത്തം നമുക്ക് വെന്റിലേഷൻ വരുന്ന രൂപത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയറിൽ കയറുന്ന സമയത്ത് ഒരു ഫ്രഷ് ലുക്ക് തന്നെയാണ്. കാരണം നമുക്ക് ഒരു വാഹനവുമായിട്ട് ഒരു സാമ്യവും എവിടെയും തോന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലൊക്കെ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ കിയ EV9 വരുന്ന ഇത്തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഡബിൾ D കട്ടാണ് കണ്ടോ. അതെ, താഴെയും മുകളിലും D കട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് ലെതർ സ്റ്റിയറിംഗ് ആണ്. ഇത് HTX മുതൽ നമുക്ക് ടോപ്പിൽ 3 വേരിയൻറ്റിലും ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഓഡിയോ കൺട്രോൾസും എടുത്തു പറയേണ്ടതാണ്. ഓഡിയോ കൺട്രോൾസ് ഏത് വേരിയൻറ്റ് മുതൽ ഉണ്ടാവും സ്റ്റിയറിംഗിൽ എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബേസ് വേരിയൻറ്റ് മുതൽ കീ കൊടുത്തിട്ടുണ്ട്. ലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ. എഗെയിൻ ഞാനൊരു ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് മൗണ്ടർ ഓഡിയോ കൺട്രോൾസ് നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ അതും HTK+ എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന അഡാസ് ലെവൽ 2ൻ്റെ നിരവധി ഫീച്ചേഴ്സാണ്. ക്രൂയിസ് കൺട്രോൾ കൂടാതെ മുകളിലെ ക്രൂയിസ് കൺട്രോൾ, അതുപോലെ ഇത് MIDയിൽ ത്രൂ നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടത്.
ഇതൊക്കെ നമുക്ക് നമ്മുടെ അഡാസിൻ്റെ കൺട്രോൾസാണ്. അതുപോലെ ഇത് നമ്മുടെ ഡ്രൈവ് മോഡ്സാണ്. ഡ്രൈവ് മോഡ്സ് നമുക്ക് 2 സംഭവം വരുന്നുണ്ട്. അതായത് നമ്മുടെ എക്കോ, നോർമൽ, സ്പോട്ട് എന്നുള്ളത് കൂടാതെ ട്രാക്ഷൻ കൺട്രോൾ കൂടി വരുന്നുണ്ട്. ഇവിടെ ഉണ്ടോ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആണ്. സ്നോ, മഡ്, സാൻഡ്, ഇതൊക്കെ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്റ്റിയറിംഗ് വീല്, ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല്, ഒരു രക്ഷയില്ല എന്ന് പറയാം. സംഭവത്തൊന്ന് ഓടിക്കുക, അതിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇത് ഇവിടെയാണ് വന്നുള്ളത്. വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത്. അത് ടോപ്പിൽ 2 വേരിയൻ്റാണ് നമുക്ക് ഇത്തരത്തിൽ ലഭിക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടർബോൻ്റെ DCT ആണ് എടുക്കുന്നതിൽ HTK പ്ലസ് എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റിലും നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിട്ട് ലഭിക്കുമെന്നുള്ളതാണ്. ഇനി ഒരു പ്രധാന കാര്യത്തിലേക്ക് ഞാൻ കിടക്കണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പാഡ് ഷിഫ്റ്റേഴ്സൊക്കെ നമ്മൾ ടോപ്പിൽ 2 വേരിയൻറ്റിലാണ് കിട്ടുക. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ DCT എടുക്കുന്നെങ്കിൽ ടർബോൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നതിലേക്ക് HTK പ്ലസ് മുതലും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസാണ്. ഓട്ടോ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഈ ഒരു സ്ക്രീനാണ് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. 12.3 ഇഞ്ച്, ഒരു 5 ഇഞ്ച്, വീണ്ടും ഒരു 12.3 ഇഞ്ച്, അങ്ങനെ മൊത്തം ഒരു 30 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 12.3 ഇഞ്ചിൻ്റെ ഒരു MID ആണ്. ഇത് ഒരു 5 ഇഞ്ചിൻ്റെ നമ്മുടെ AC യുടെ കൺട്രോൾസ് എടുക്കേണ്ടതാണ്. ഇത് ഇൻഫർടൈൻമെൻ്റ് ആണ് 12.3 ഇഞ്ചിൻ്റെ. അടിപൊളിയായിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത രൂപം നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ കമ്പൈൻ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ അതെന്തായിരിക്കും, ഇവിടെ MID, ഇവിടെ ടച്ച് സ്ക്രീൻ, ഇവിടെ ഒരു പാനലായിരിക്കും. ഇവിടെ പക്ഷേ ടച്ചാണ് ഗൈസ്, ഇത് ടച്ചാണ് ഗൈസ്, കണ്ടോ? അപ്പോൾ AC യുടെ കൺട്രോൾസ് നമ്മൾ മൊത്തം ഇവിടെ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. വേണമെങ്കിൽ മാനുവലായിട്ട് എടുക്കാൻ ഫാനിൻ്റെ സ്പീഡ്, മോഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടച്ച് ചെയ്താൽ മതി, എന്തിനാ അവിടെ എടുക്കേണ്ട? അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിപ്പോയി. കാരണം ഈ ഒരു ഇവിടെ വെറുതെ ഒരു പാനൽ കൊടുക്കുന്നതിന് പകരം അവിടെയും ടച്ച് സ്ക്രീൻ വെച്ചിട്ട് അവിടേക്ക് AC യുടെ കൺട്രോൾസും കയറ്റി. ഒരു രക്ഷയില്ല. കിയ ഒരു ലേക്ക് വീണ്ടും തരികയാണ്. സ്ക്രീനിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടിൽറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിലേക്ക് നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇതുവരെ കിയയിൽ കാണാത്ത സാധനമാണ് കേട്ടോ. നിങ്ങൾ ഒരു വാഹനമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട ലുക്ക് വൈസ് മാത്രമല്ല, ഉള്ളിലെ ഓരോ പാനൽസും ഓരോ കൺട്രോൾസ് ആണെന്നുണ്ടെങ്കിലും ഇത് ഈവൻ ഇതിൽ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആണെങ്കിൽ പോലും നമ്മൾ മറ്റൊരു കിയ വാഹനത്തിൽ എന്നല്ല മറ്റൊരു വാഹനത്തിലും ഇതുവരെ കാണാത്ത രൂപത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. AC ഒന്ന് ഓഫ് ചെയ്താൽ നമുക്ക് പറയുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയി കേൾക്കാം. ഇത് ഇവിടെ സ്പീഡോമീറ്റർ കാണാം. ഇവിടെ നമ്മുടെ RPM മീറ്റർ വന്നിട്ടുണ്ട്. ഫ്യൂൽ ലെവൽ ഈ താഴ്ഭാഗത്താണ്. ഇവിടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. കൂളൻ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. പിന്നെ ഓഡോമീറ്റർ ഇവിടെ ലാസ്റ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഫ്യൂൽ നമുക്ക് റേഞ്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ടൈൽ ലൈറ്റ്സ് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറൻറ്റ് ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ ഫ്യൂലിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ റീഫ്യൂൽ ചെയ്തിട്ട് എത്ര മൈലേജ് കിട്ടി അത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. യൂറിയ ലെവൽ, അത് കൂടുതലും ഡീസലിനാണ് വരിക. ടയർ പ്രഷർ മോണിറ്ററിങ്, ടയർ പ്രഷർ മോണിറ്ററിങ് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. വളരെ പ്രീമിയമായി, അതൊക്കെ ഭയങ്കര വില കൂടി എന്തോ സാധനമെന്നും വെച്ച് ടോപ്പ് എൻഡിൽ മാത്രം കൊടുക്കുന്ന പല ബ്രാൻഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ കുറച്ചുകൂടി വലുതായിട്ട് സെൻറ്ററിൽ വരുന്ന രൂപത്തിലും സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ AC ഓൾറെഡി ഞാൻ പറഞ്ഞു. അതുകൂടാതെ നമുക്കിതാ MIDയുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ കുറേ നേരം ഓൺ ചെയ്ത് വെച്ചിട്ട് ബാറ്ററിയുടെ വാണിംഗ് വരികയാണ്. വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ പറയേണ്ടതിൽ എത്രയും വലിയ സ്ക്രീൻ വരുമ്പോൾ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടാവണമല്ലോ. അതുകൂടാതെ തന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് വിത്ത് 4 സ്പീക്കറോട് കൂടിയിട്ടിട്ട്. അതിനും ഒരു ലൈക്ക് കൊടുക്കുകയാണ്. അതിൽ നമുക്ക് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ സെയിം സൈസ് ആയിരിക്കും എന്നുള്ളതാണ്. 12.3 ഇഞ്ച്, ഇതേ നമ്മൾ ഫുൾ ഓപ്ഷൻ കിട്ടുന്ന അതേ സൈസുള്ളൊരു ടച്ച് സ്ക്രീൻ നമുക്ക് ബേസ് വേരിയൻ്റ് വരെ കിട്ടുന്നുണ്ട് എന്നുള്ളതും അടിപൊളി ഒരു കാര്യമാണ്. അതുപോലെ ഇത്തരത്തിലുള്ളൊരു സെൻറ്ററിൽ നമ്മുടെ MIDയിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ 2 വേരിയൻറ്റിലേ കിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് 4.2 ഇഞ്ചിൻ്റെ ഒരു TFT ക്ലസ്റ്റർ നടുവിലുണ്ടായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് ആനിമേഷൻ രൂപത്തിൽ സ്പീഡോമീറ്റർ RPM ഒക്കെ വരും. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അതൊക്കെ നമ്മൾ ലോവർ വേരിയൻ്റ് വീഡിയോ വൈകാതെ ഒരു HTXൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വിശദമായിട്ട് കാണാം. അതുപോലെ 5 ഇഞ്ചിൻ്റെ നമുക്ക് ഈ ഒരു സ്ക്രീൻ AC കൺട്രോൾസിന് വരുന്നത് ടോപ്പിൽ 2 വേരിയൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ടോപ്പിൽ 2 വേരിയൻറ്റിലാണ് ഇത്തരത്തിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫീലോട് കൂടിയിട്ടുള്ളൊരു സ്ക്രീന് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് വരുന്നത്. എന്നാലും ബേസ് വേരിയൻറ്റിലൊക്കെ ടച്ച് സ്ക്രീൻ കൊടുത്ത് തന്നെ വലിയ കാര്യമല്ലേ മലയാളി. അതൊക്കെ ഏറെ ലെവൽ ഫീച്ചർ എന്ന് പറയാം. ഇവിടെയൊക്കെ നമ്മുടെ ഈ ടച്ച് സ്ക്രീനിൻ്റെ കൺട്രോൾസാണ്. പിന്നെ വോളിയൊക്കെ വേണമെങ്കിൽ നമുക്കിത് മാനുവലായിട്ട് എടുക്കാം. ഓടിക്കുന്ന സമയത്ത് സുഖമായിട്ട് എടുക്കാം. അത് സ്റ്റിയറിങ്ങിലുണ്ട്, അതല്ലെങ്കിൽ പോലും കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇവിടെയൊക്കെ അത് തന്നെയാണ് മാപ്പിൻ്റെ ഹോം, സെർച്ച് ബട്ടൺ കാര്യങ്ങളൊക്കെയാണ്. AC വെൻ്റ് ഒരു ഇൻഫിനിറ്റി ലെവലിൽ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. അതും നൈസായി വന്നിട്ടുണ്ട്. അതിൽ കളർ തീം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ, മാനുവൽ മീൻസ് നമ്മൾ ടച്ച് യൂസ് ചെയ്യാതെ AC കൺട്രോൾസ് എടുക്കാം. ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ C ടൈപ്പ് ചാർജിങ് പോർട്ട് 2 നൽകിയിട്ടുണ്ട്.
പുറകിലുണ്ടാവുക തന്നെ ബേസ് വേരിയൻറ്റ് മുതലുണ്ട്, സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ടോപ്പിൽ 2 വേരിയൻറ്റിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ആണ്. അതുപോലെ നമുക്കൊരു 360 ക്യാമറ വരുന്നുണ്ട്. ഇതിലിപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് സീൻ. 360 ക്യാമറയുടെ വ്യൂ ഇത്തരത്തിലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന സോണറ്റ് വരെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് പുറത്ത് നിൽക്കുന്ന വണ്ടി വരെ ഒരു ക്രെറ്റ ആൻഡ് ഫ്രോങ്സ് കണ്ടോ, എന്ത് അടിപൊളിയായിട്ട് കാണുന്നു. ഫ്രോങ്സ് ഞാൻ വന്ന വണ്ടിയാണ്, ക്രെറ്റത് വേറെ ഏതൊരു കസ്റ്റമർ വന്ന വണ്ടിയാണ്. അതുവരെ വ്യക്തമായിട്ട് അത്രയും ദൂരമുള്ള സാധനം വരെ കാണാനുണ്ട്. അപ്പോൾ 360 ക്യാമറ ഒരു ഹൈ ക്വാളിറ്റി സാധനം തന്നെ നമുക്ക് കിയ തന്നിട്ടുണ്ട്. അത് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ അതെ കപ്പ് ഹോൾഡേഴ്സ്, ഇത് ഗിയർ ലിവർ കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നിങ്ങനെയുള്ള മോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കിലാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുക. അതുപോലെ കപ്പ് ഹോൾഡേഴ്സിനും പ്രത്യേകതയുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് ചെറിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇത്തരത്തിലാക്കാം. അതുപോലെ വലിയ നമ്മുടെ ബോട്ടിൽസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മടക്കി വെച്ചാൽ കണ്ടോ, വലിയ ബോട്ടിൽസൊക്കെ 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വെക്കണമെങ്കിൽ ഇത്തരത്തിൽ വെക്കാം. ചെറിയ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ വെക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പുഷ് കൊടുക്കുക. അഡ്ജസ്റ്റബിൾ ബോട്ടിൽ ഹോൾഡർ, വാവ്, അത് നൈസ് കൺസെപ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നമ്മുടെ എയർ പ്യൂരിഫയറിൻ്റെ ഒരു കൺട്രോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിന് താഴെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കൺസോൾ വിത്ത് ആംറസ്റ്റ് ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിൽ സെൻട്രൽ കൺസോൾ ഉണ്ടാവും, അതിൽ ആംറസ്റ്റ് ഉണ്ടാവും. എഗെയിൻ ഒരു ലേക്ക് കിയ അറിയിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിയ കണക്ട് എന്നുള്ള ഒരു കൺട്രോൾസോട് കൂടിയിട്ടുള്ളൊരു IRM കാണാം. ഓട്ടോ IRM ആണ് വന്നിട്ടുള്ളത്. ടോപ്പിൽ 2 വേരിയൻ്റിലാണ് നമുക്കത് ലഭിക്കുക. താഴെയിലൊക്കെ നമുക്ക് നോർമൽ ഇത്തരത്തിലുള്ള കൺട്രോൾസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട്, മാപ്പ് ലാംപ്സ് LED വന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സൺറൂഫിൻ്റെ ഒരു കൺട്രോൾ കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെ പോരെ, ഇതിലും കൂടുതൽ ഇനിയിപ്പോൾ എന്ത് വേണം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഒരു കിഡിലിന് എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വാഹനം നോക്കുന്ന ഏതൊരാൾക്കും ലഭിക്കാൻ പോകുന്നത്. 7 എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നിരവധി സ്ഥലത്ത് കാണാം. പിന്നെ പറയാനുള്ളത് സേഫ്റ്റിയുടെ കാര്യമാണ്. 7 എയർ ബാഗ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അതുകൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ 7 എയർ ബാഗും ടയർ പ്രഷർ മോണിറ്ററിംഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ തുടങ്ങിയ നിരവധി സാധനങ്ങൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുത്താലും സിറോസിൽ ലഭിക്കുന്നതാണ്. ഇനി എഞ്ചിൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് CRDI 16 വാൾവ് എന്ന് പറയുന്നത് ഒരു ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ടാണ് നമ്മൾ MIDയിൽ യൂറിയ ലെവൽ എന്നുള്ളൊരു ഫീച്ചർ കാര്യങ്ങളൊക്കെ കണ്ടത്. ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊന്നും നൽകിയില്ലാണ്. അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ നമുക്കൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 116 PS അതുപോലെ തന്നെ 250 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. 6 സ്പീഡ് മാനുവലായിട്ടും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ പെട്രോൾ ടർബോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 110 bhp അതുപോലെ തന്നെ 172 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ നമുക്ക് സെയിം രൂപത്തിൽ തന്നെ നമുക്കൊരു 6 സ്പീഡ് മാനുവലായിട്ടും അതുപോലെ തന്നെ ഒരു 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടും ലഭിക്കും. ആ രൂപത്തിലാണുള്ളത്. പക്ഷേ ഇതൊക്കെ എല്ലാ വേരിയൻറ്റിലും കിട്ടില്ല. നിങ്ങൾ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള HDK നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിൻ്റെ മാനുവൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ വേരിയൻ്റുള്ള HDK ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോളും ഡീസലും മാനുവലായിട്ട് കിട്ടും. അവിടെ നിന്ന് മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ HDK പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലായിട്ടുള്ള രണ്ടും കൂടാതെ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക് കൂടി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 3 രീതിയിൽ വാങ്ങാം. അതേ സെയിം തന്നെയാണ് നമുക്ക് HDX വരുമ്പോഴും ലഭിക്കുന്നത്. ഇനി ഏറ്റവും ടോപ്പിൽ 2 വേരിയൻറ്റിലേക്ക് പോയാൽ പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ടോപ്പിൽ 2 വേരിയൻറ്റിൽ നമുക്ക് മാനുവൽ ഓപ്ഷൻ ഇല്ല. ആ രൂപത്തിലാണ് ഇതിൻ്റെ നമുക്ക് ഏത് രൂപത്തിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിടക്കുന്നത്. എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് കിടക്കുന്നത്. എന്തായാലും ജനുവരി തൊട്ട് തന്നെ നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വാഹനം നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവും ബുക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ അതിൽ വിളിച്ചാൽ കേരളത്തിൽ എവിടെയുള്ളവരാണ് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് എറണാകുളത്തുള്ള നെറ്റ്വർക്കിൽ ഇഞ്ചോൺ കിയാണ്. അപ്പോൾ ഏകദേശം കേരളത്തിൽ അങ്ങോളം 18 ടച്ച് പോയിന്റ്സ് ഉള്ള ഒരു ഡീലറാണ് ഇഞ്ചോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും വിളിച്ചോ, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ ഇവരൊരു ടച്ച് പോയിന്റ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് സിറോസ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.